നമസ്കാരം. ബഹിരാകാശത്ത് പുതിയ പാതയൊരുക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും. വമ്പൻ കുതിപ്പിനായി ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും കൈകോർക്കുകയാണ്. എന്താണ് പുതിയ പദ്ധതി? ഇന്ത്യ തുനിഞ്ഞിറങ്ങുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. വാണിജ്യ തലത്തിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായി ഒന്നും രണ്ടുമല്ല 18 ദശലക്ഷം ഡോളറിന്റെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാർ ബഹിരാകാശത്തെ കൂറ്റൻ വർക്ക്ഷോപ്പിനായിട്ടാണ്. ഓസ്ട്രേലിയൻ സ്ഥാപനമായ സ്പേസ് മെഷീൻസ് കമ്പനി നിർമ്മിച്ച ഒപ്റ്റിമസ് എന്ന വർക്ക്ഷോപ്പ് ഉപഗ്രഹം ഇന്ത്യയുടെ ചെറു വിക്ഷേപണ വാഹനമായ SSLVയുടെ സഹായത്തോടെ 2026 വിക്ഷേപിക്കും. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായിട്ടാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ കരാർ ബഹിരാകാശ സാങ്കേതികവിദ്യ ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്തുന്ന സ്പേസ് മൈത്രി ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ആണ് എന്നതും അടിവരയിട്ട് പറയണം. 3 സഹകരണ ബഹിരാകാശ പദ്ധതികളിൽ ഓരോ പ്രൊജക്ടിലും നിരവധി ഓസ്ട്രേലിയൻ ഇന്ത്യൻ പങ്കാളികൾ ഉൾപ്പെടും. അവർ കാലാവസ്ഥാ വ്യതിയാനം പരിഹാരം, ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും അതേപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. നമുക്കറിയാം, ഇന്ത്യയുടെ വാണിജ്യ ബഹിരാകാശ മേഖല അതിവേഗം വളരുകയാണ്. ചരിത്രപരമായ നേട്ടങ്ങളാൽ മുന്നോട്ട് നീങ്ങുകയാണ് അത്. അതുകൊണ്ട് തന്നെ സഹകരണ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നതിലൂടെ തങ്ങളുടെ ബഹിരാകാശ മേഖലകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഓസ്ട്രേലിയൻ ഓർഗനൈസേഷനുകൾക്ക് ഇന്ത്യയുമായി കൂടുതൽ സംയുക്ത പദ്ധതികളും ദൗത്യങ്ങളും ഭാവിയിൽ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ തുറക്കാനും കഴിയുമെന്നാണ് ഓസ്ട്രേലിയൻ അധികൃതർ പറയുന്നത്. ബഹിരാകാശ പര്യവേഷണ ശ്രമങ്ങളിൽ ഇന്ത്യയുമായി പങ്കാളിയാകാൻ ഓസ്ട്രേലിയയുടെ താൽപര്യം വലിയ രീതിയിലാണ്. ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാൻ ഓസ്ട്രേലിയയുടെ സന്നദ്ധത ഏറെ സന്തോഷത്തോടെയാണ് പ്രകടിപ്പിച്ചത്. 2 രാജ്യങ്ങളും സഹകരിച്ചുള്ള വിവിധ ബഹിരാകാശ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓസ്ട്രേലിയയുടെ ഒപ്റ്റിമസ് ഉപഗ്രഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് 460 കിലോഗ്രാം ഭാരം വരുന്ന ഒപ്റ്റിമസ്. ബഹിരാകാശത്ത് മറ്റ് ഉപഗ്രഹങ്ങളുടെ തകരാർ കണ്ടെത്താൻ ഒപ്റ്റിമസിന് അനായാസം സാധിക്കും. ഉപഗ്രഹങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താനും ഇന്ധനം നിറയ്ക്കാനും കാലാവധി കഴിഞ്ഞ ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായി നശിപ്പിക്കാനും സാധ്യമാക്കുന്ന സാങ്കേതിക വിദ്യ ഒപ്റ്റിമസിൽ വികസിപ്പിക്കുകയുമാണ്. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശ മേഖലയിൽ ഒരു വലിയ വിപ്ലവത്തിനാണ് ഈ പറഞ്ഞ ഒപ്റ്റിമസ് ഒരുങ്ങുന്നതെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിൽ പങ്കാളികളാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇതിനകം തന്നെ ഇന്ത്യയുമായി തന്ത്രപരവും ക്വാഡ് പങ്കാളികളുമാണ്. ബഹിരാകാശവുമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്ത്യയിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ പറഞ്ഞത്. കാരണം ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ അത്രത്തോളം മതിപ്പുളവാക്കുന്നത് തന്നെയാണ്. കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ മേഖലയെക്കുറിച്ച് തങ്ങൾ ആവേശഭരിതരാണ് എന്നും അതിന്റെ വ്യത്യസ്തവും പരസ്പര പൂരകവുമായ കഴിവുകൾ പരസ്പരം പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നതായും ഓസ്ട്രേലിയൻ പ്രതിനിധി പറഞ്ഞു. പുതിയ തന്ത്രപരമായ വിന്യാസം ഇരുവരുടെയും സമ്പദ് വ്യവസ്ഥയും ശക്തമായ പരസ്പര പൂരകതയും എടുത്തു പറയേണ്ടതാണ്. അതേപോലെ തന്നെ വിപുലീകരിക്കുന്ന സാമ്പത്തിക ഇടപഴകൽ, ഉയർന്ന തലത്തിലുള്ള ആശയവിനിമയം എന്നിവയുടെ പങ്കിട്ട മൂല്യങ്ങൾ ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധത്തിന് അടിവരയിടുന്നുണ്ട്. ശക്തവും ഊർജ്ജസ്വലവും മതേതരവും ബഹുസ്വരവുമായ ജനാധിപത്യം, അതേപോലെ സ്വാതന്ത്ര്യ മാധ്യമങ്ങൾ, സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ എന്നിവയുൾപ്പെടെയുള്ള പൊതുവായ സ്വഭാവ സവിശേഷതകൾ അടുത്ത സഹകരണത്തിനുള്ള അടിത്തറയായി വർത്തിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലേക്കുള്ള വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരുടെ പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് ഇന്ത്യ. 2021 സെൻസസ് പ്രകാരം ഓസ്ട്രേലിയയിലെ ഏകദേശം 9.76 ലക്ഷം ആളുകൾ ഇന്ത്യൻ വംശജരാണെന്ന് റിപ്പോർട്ട് ചെയ്തു. 2020 ഇന്ത്യ ഓസ്ട്രേലിയ നേതാക്കളുടെ വെർച്വൽ ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ ഉഭയകക്ഷി ബന്ധം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കും ഉയർത്തിയിരുന്നു. എന്തായാലും ഇന്ത്യയും ഓസ്ട്രേലിയയും പുതിയ തുടക്കത്തിലേക്ക് കടക്കുകയാണ്. ബഹിരാകാശ മേഖലയിൽ മിന്നും വിജയം സാധ്യമാക്കാൻ കഴിയും എന്ന പ്രത്യാശയിൽ തന്നെയാണ് ഈയൊരു നീക്കം. ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് ഓസ്ട്രേലിയ ഇന്ത്യയോട് ചേരാൻ ശ്രമിക്കുന്നതും. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ ഈ ഒരു കൂട്ടുകെട്ട് ഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.